ബംഗളൂരുവിൽ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയിൽ ഭാര്യ അറസ്റ്റിൽ. ഭാര്യ നികിതയോടൊപ്പം ഭാര്യ മാതാവിനെയും സഹോദരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഗുരുഗ്രാമിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. IT ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾക്ക് ശേഷമാണ് അറസ്റ്റ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, ഈ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ അടക്കം പുറത്തു വന്നിരുന്നു ഈ ആത്മഹത്യക്ക് ശേഷം. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? അശ്വതി, ബംഗളൂരുവിലെ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസ് 3 പേരെയാണ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും, അതായത് ഭാര്യയുടെ മാതാവ്, ഭാര്യയുടെ സഹോദരൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഭാര്യയെ ഗുരുഗ്രാമിൽ വെച്ചാണ് കസ്റ്റഡിയിൽ എടുത്തത്. ഇവരോട് നേരത്തെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഇവർ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഗുരുഗ്രാമിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. മറ്റുള്ളവരെ UPയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് പോലീസ് അറിയിക്കുന്നുണ്ട്. അത് ഇതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷമായിരിക്കും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവമായിരുന്നു ബംഗളൂരുവിൽ IT ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ. അദ്ദേഹം ഈ ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 24 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതിയതിനു ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. ഒപ്പം തന്നെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വീഡിയോയും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ. അതിൽ അദ്ദേഹം എങ്ങനെയാണ് തന്റെ ഭാര്യയുടെ ബന്ധുക്കളും തന്നെ ഉപദ്രവിക്കുന്നത് എന്ന് വിശദീകരിച്ചിരുന്നു. പ്രത്യേകിച്ചും തന്നെ മാനസികമായും അതിനുവേണ്ടിയാണ് തനിക്കെതിരെ ഈ കേസുകൾ, അതായത് വിവാഹേതര ഈ താൻ ഗാർഹിക പീഡന കുറ്റം ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് തനിക്കെതിരെ ഈ കേസ് കൊടുത്ത വിവരങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വിവരണം ഉണ്ടായിരുന്നത്. അതുണ്ടായിരുന്നത് ഏതായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റു വകുപ്പുകൾ കൂടെ ഈ നികിതയ്ക്കും അതുപോലെ തന്നെ ഭാര്യാമാതാവായ നിഷ, അനുരാഗ്, സഹോദരനായ അനുരാഗ് എന്നിവർക്കെതിരെ ചുമത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.